എല്ലാവർക്കും ഒരു ചിന്ന കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫൊഗോട്ടൺ എന്ന കൊറിയൻ മൂവിയാണ്. സസ്പെൻസും ട്വിസ്റ്റും കൊണ്ട് മികച്ചു നിൽക്കുന്ന ഒരു സിനിമ. തുടങ്ങുമ്പോൾ ഫീൽ ഗുഡ് മൂവിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അടിപൊളി സസ്പെൻസുകളും ട്വിസ്റ്റുകളും നിറഞ്ഞ ഒരു സിനിമ. ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ കിളിപാറും ട്വിസ്റ്റുകൾ ആണ് ഈ സിനിമ മുഴുവനും ഉള്ളത്. എന്നാൽ ക്ലൈമാക്സ് അത് നിങ്ങളെ എന്തായാലും വേട്ടയാടും. അത്രയ്ക്ക് ഫീലാണ് ക്ലൈമാക്സും ഈ സിനിമയും. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ സിനിമയുടെ ഉള്ളിലേക്ക് തള്ളിക്കയറാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനും അവൻ്റെ ഫാമിലിയും കാറിൽ സഞ്ചരിക്കുകയാണ്. അച്ഛൻ, അമ്മ, മൂത്ത മകൻ, ഇളയ മകൻ അടങ്ങിയ ഒരു കൊച്ചു കുടുംബം. ഇതിൽ ഇളയവനാണ് ഈ സിനിമയിലെ നായകൻ. ഇവർ ഇപ്പോൾ പുതിയ സ്ഥലത്തേക്ക് താമസം മാറുകയാണ്. അങ്ങനെ അവർ അവരുടെ പുതിയ വീട്ടിലെത്തി. എന്നാൽ ആ വീട് കണ്ടപ്പോൾ നമ്മുടെ നായകന് ഈ വീട് എവിടെയോ കണ്ട പോലെ തോന്നുന്നു. അവനത് അവൻ്റെ ഏട്ടനോട് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഏട്ടൻ ഇതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാണ്, അങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ് ഏട്ടൻ അവനെയും കൂട്ടി വീടിനകത്തേക്ക് പോകുന്നു. നായകന്റെ ഏട്ടന് ഇടതുകാലിൽ ഒരു മുടന്തുണ്ട്. അത് പണ്ട് നടന്ന അപകടത്തിന്റെ ഫലമാണ്. പുതിയ വീട്ടിലേക്ക് താമസം മാറിയതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലെ സാധനങ്ങൾ മാറ്റിവെക്കുന്നത് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് എന്ന സ്ഥാപനമാണ്. അങ്ങനെ ആ ഏജൻസിയിലുള്ളവർ സാധനങ്ങളൊക്കെ മാറ്റിവെക്കുന്നതിന് ഇടയിൽ അതിലെ ഒരു ജോലിക്കാരൻ നമ്മുടെ നായകനോട് അത് നിന്റെ ഏട്ടനാണോ, അവന് എത്ര വയസ്സുണ്ട് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ നായകൻ അതെന്റെ ഏട്ടനാണ് എന്ന് പറഞ്ഞയുടൻ ഏട്ടൻ അങ്ങോട്ടേക്ക് വന്ന് ആ ജോലിക്കാരനോട് നിങ്ങളെ താഴെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ജോലിക്കാരനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ രാത്രിയായപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഡിന്നർ കഴിക്കുന്നു. അപ്പോൾ നായകന്റെ അച്ഛൻ മുകളിലൊരു മുറിയുണ്ട്. ആ മുറിയിൽ ഈ വീടിന്റെ പഴയ ഓണറിന്റെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ മുറിക്കകത്തേക്ക് പോകരുതെന്ന് അച്ഛൻ പ്രത്യേകം പറയുന്നു. അങ്ങനെ അന്ന് രാത്രി കിടക്കാൻ നേരം നായകൻ ആ പൂട്ടിയിട്ട മുറിയിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം എന്താണെന്ന് അറിയാൻ വേണ്ടി അവൻ ആ മുറിയുടെ അടുത്തേക്ക് വന്ന് നോക്കുന്നു. അതുമാത്രമല്ല, അവൻ ആ മുറിയുടെ വാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അവന്റെ ഏട്ടൻ വന്ന് അവനെ വിളിക്കുന്നു. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അപ്പോൾ നായകൻ ഇതിനകത്ത് നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടു, അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഏട്ടൻ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ വാതിലിൽ ചെവി ചേർത്ത് പിടിച്ച് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു. എന്നാൽ ഏട്ടന് ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അപ്പോൾ ഏട്ടൻ ഇവിടെ അങ്ങനെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, അതുമാത്രമല്ല ഈ മുറിക്കകത്തേക്ക് കയറരുതെന്ന് അച്ഛൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തായാലും നമുക്ക് പുറത്തേക്കൊന്ന് പോയി വരാം എന്ന് പറഞ്ഞ് ഏട്ടൻ നായകനെ വിളിച്ച് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നടക്കുന്നതിന് ഇടയിൽ ഏട്ടന് ഒരു കോൾ വരുന്നു. അത് അവരുടെ അച്ഛനായിരുന്നു. അച്ഛൻ ഏട്ടനോട് എന്തോ പറയുന്നു. അപ്പോൾ തന്നെ ഏട്ടൻ അനുജനോട് നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ പോയി വരാമെന്ന് പറഞ്ഞ് ഏട്ടൻ അവിടെ നിന്ന് പോകുന്നു. എന്നാൽ അവിടെ നിന്ന് പോയ നായകന്റെ ഏട്ടനെ കുറച്ചു പേർ ചേർന്ന് തല്ലുന്നു. ഇത് കണ്ട നായകൻ ഏട്ടനെ രക്ഷിക്കാനായി ഓടി വരുന്നു. എന്നാൽ നായകൻ എത്തും മുന്നേ അവർ ഏട്ടനെ തല്ലി വണ്ടിയിൽ കയറ്റി വളരെ വേഗത്തിൽ ഓടിച്ചു പോകുന്നു. എന്നാൽ നമ്മുടെ നായകൻ വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിരുന്നു. അവൻ വേഗം തന്നെ വീട്ടിൽ തിരിച്ചെത്തി നടന്ന കാര്യങ്ങൾ അവന്റെ പാരന്റ്സിനെ അറിയിക്കുന്നു. അവർ പോലീസിൽ ഇൻഫോം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം 2 പോലീസ് ഓഫീസേഴ്സ് ഈ സംഭവം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇവരുടെ വീട്ടിലേക്ക് വരുന്നു. ശേഷം ആ ഇൻവെസ്റ്റിംഗ് ഓഫീസർ നായകനോട് നിനക്ക് അവരുടെ മുഖം ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ നായകൻ നല്ല ഇരുട്ടായിരുന്നു, അതുകൂടാതെ നല്ല മഴയുമുണ്ടായിരുന്നു. അതുകൊണ്ട് നായകന് അവരുടെ മുഖം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എന്നാൽ നായകൻ വണ്ടി നമ്പർ ശ്രദ്ധിച്ചിരുന്നു. അവൻ അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറോട് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ആ വണ്ടി നമ്പർ കൊണ്ട് ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അതൊരു ഫേക്ക് നമ്പർ ആയിരുന്നു. തട്ടിക്കൊണ്ടു പോയതുകൊണ്ട് തന്നെ ആ കിഡ്നാപ്പേഴ്സ് വീട്ടിലേക്ക് വിളിക്കുമെന്ന് കരുതി പോലീസ് കോൾ റെക്കോർഡിംഗ് സിസ്റ്റമൊക്കെ സെറ്റ് ചെയ്യുന്നു. എന്നാൽ അങ്ങനെ ഒരു കോൾ അവർക്ക് വരുന്നില്ല. അങ്ങനെ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. നായകന്റെ ഏട്ടനെ കുറിച്ച് ഒരു വിവരവുമില്ല. അങ്ങനെയിരിക്കെ കൃത്യം 19 ദിവസം കഴിഞ്ഞപ്പോൾ നായകന്റെ ഏട്ടൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഏട്ടനെ കണ്ടയുടൻ നായകൻ ഓടിച്ചെന്ന് എന്താണ് സംഭവിച്ചതെന്നും ആരാണ് നിങ്ങളെ തട്ടിക്കൊണ്ടുപോയതുമെന്നൊക്കെ ചോദിക്കുന്നു. എന്നാൽ ഏട്ടന് അതൊന്നും ഓർമ്മയില്ല. അങ്ങനെ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോഴും നായകൻ ഏട്ടനോട് ആരാണ് നിന്നെ തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ വീണ്ടും ചോദിക്കുന്നു. അപ്പോഴും ഏട്ടന് ഒന്നും ഓർമ്മയില്ലാത്ത പോലെ പെരുമാറുന്നു. ഇത് കാണുന്ന നായകനും നമുക്കും ഒരുപോലെ സംശയം തോന്നും. അപ്പോൾ ഇവനെയല്ലേ അവർ തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ. അങ്ങനെ വളരെ നിഗൂഢമായി സസ്പെൻസോടുകൂടി സിനിമ മുന്നോട്ട് പോകുന്നു. ഏട്ടൻ വന്ന അന്ന് രാത്രി അവൻ ആരോടും പറയാതെ ഏട്ടൻ രാത്രി എങ്ങോട്ടേക്കോ പോയിരുന്നു. അത് നമ്മുടെ നായകൻ കണ്ടിരുന്നു. അവനത് അവന്റെ ഏട്ടനോട് ചോദിക്കുന്നു, നീ വന്ന അന്ന് രാത്രി എങ്ങോട്ടേക്കാണ് പോയത് എന്ന്. അപ്പോൾ ഏട്ടൻ അതിന് ഞാൻ എങ്ങോട്ടേക്കും പോയിരുന്നില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ചിലപ്പോൾ നീ വല്ല സ്വപ്നവും കണ്ടിരിക്കുമെന്ന് പറഞ്ഞ് ഏട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ അന്ന് രാത്രി നായകൻ പഠിക്കാനിരിക്കുന്നു. ഏട്ടൻ വന്ന് ബെഡിൽ കിടക്കുന്നു. ശേഷം ഏട്ടൻ ഉറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ കുറേ നേരം പഠിച്ചതുകൊണ്ട് നായകനും ടേബിളിൽ തലചായ്ച്ച് കിടന്നു ഉറങ്ങുന്നു. അപ്പോൾ അവന്റെ ഏട്ടൻ മെല്ലെ എണീച്ച് അവന്റെ അടുത്ത് വന്നു നിന്ന് അവനെ തുറിച്ചു നോക്കുന്നു. ശേഷം ഒരു പെൻസിലെടുത്ത് അവന്റെ കണ്ണിൽ കുത്താനായി സ്പീഡിൽ ഞെക്കുന്നു. എന്നാൽ കുറച്ചു നേരം ഞെക്കിയപ്പോൾ തന്നെ ആ പെൻസിലിന്റെ ലെഡ് ഊരി വീഴുന്നു. ശേഷം ഏട്ടൻ പതിയെ ആ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി പോകുന്നു. അന്നേരം ഏട്ടൻ വാതിലടിച്ച ശബ്ദം കേട്ട് നായകൻ ഞെട്ടിയുണരുന്നു. അങ്ങനെ അവൻ പുറത്തു വന്ന് നോക്കുമ്പോൾ ഏട്ടൻ നടന്നു പോകുന്നു. പിറകെ വന്ന നായകൻ ആ കാഴ്ച കണ്ട് ഞെട്ടുന്നു. കാരണം അവന്റെ ഏട്ടൻ ഇപ്പോൾ നടക്കുമ്പോൾ മുടന്തില്ല. അവൻ സാധാരണ മനുഷ്യരെ പോലെ നടക്കുന്നു.
എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെ നിൽക്കുന്ന നായകൻ ഇത് തന്റെ ചേട്ടൻ തന്നെയാണോ എന്ന് സംശയിക്കുന്നു. അങ്ങനെ നായകൻ ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ വേണ്ടി ഏട്ടനെ ഫോളോ ചെയ്ത് അവന്റെ പിറകെ തന്നെ പോകുന്നു. അങ്ങനെ ഇരുട്ടിലൂടെ ഏട്ടന്റെ പിറകെ നടക്കുമ്പോൾ ഏട്ടൻ ആരോടോ രണ്ടുപേരോട് സംസാരിക്കുന്നത് നായകൻ കാണുന്നു. ആ രണ്ടുപേരെയും നായകൻ മുൻപ് കണ്ടിട്ടുണ്ട്. അവർ ഏട്ടനെ കാണാതായപ്പോൾ അന്വേഷിക്കാൻ വന്ന പോലീസ് ഓഫീസേഴ്സാണ്. അങ്ങനെ ഫോളോ ചെയ്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ നായകൻ ഏട്ടനെ മിസ്സാകുന്നു. അങ്ങനെ ഏട്ടനെ അന്വേഷിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേർ നായകനെ കാണുകയും അവനെ പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ നായകൻ അവരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ നായകൻ എവിടേക്ക് ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും അവർ നായകനെ പിന്തുടരുന്നു. അങ്ങനെ നായകൻ അവരുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ വന്ന് നായകന്റെ മുഖം പൊത്തി പിറകിലോട്ട് വലിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അത് നായകന്റെ ഏട്ടൻ തന്നെയായിരുന്നു. അങ്ങനെ ആ ഷോട്ട് അവിടെ കട്ടാകുന്നു. അങ്ങനെ അടുത്ത ഷോട്ടിൽ നായകൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ രാത്രി കിടന്ന അതേ ടേബിളിൽ തന്നെ അവൻ കിടന്നിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ അതേ ബെഡിലും കിടന്നുറങ്ങുന്നുണ്ട്. താൻ കണ്ടത് സ്വപ്നമാണോ എന്നറിയാതെ നായകൻ ആകെ അന്താളിച്ച് നിൽക്കുമ്പോൾ അവന്റെ ഏട്ടനും ഉറക്കത്തിൽ നിന്നും ഉണർന്നു നായകനോട് എന്തുപറ്റിയെന്ന് ചോദിക്കുന്നു. ആ ചോദ്യം കേട്ടതും നായകൻ ഭയന്ന് പരിഭ്രമിച്ച് അവൻ ബാത്റൂമിലേക്ക് ഓടിക്കയറി കതക് ലോക്ക് ചെയ്യുന്നു. പിറകെ വന്ന ഏട്ടൻ ഡാ നിനക്ക് എന്തു പറ്റി, വാതിൽ തുറക്ക് എന്നൊക്കെ പറയുന്നു. അപ്പോൾ നായകൻ നീ ഒന്നും പറയണ്ട, ഇന്നലെ നിന്റെ പിറകെ വന്ന് ഞാൻ സത്യമെല്ലാം മനസ്സിലാക്കി എന്നൊക്കെ ഏട്ടനോട് പറയുന്നു. അപ്പോൾ ഏട്ടൻ നീ എന്താണ് പറയുന്നത്, എടാ അതൊക്കെ സ്വപ്നമാണ് എന്ന് ഏട്ടൻ പറയുന്നു. അപ്പോൾ നായകൻ നീ എൻ്റെ ഏട്ടനല്ല എന്ന് പറഞ്ഞ് വാതിൽ തുറക്കുന്നു. അപ്പോൾ തന്നെ ഏട്ടൻ നായകന്റെ മുകളിൽ ചാടിക്കയറി അവനെ പിടിച്ച് നിലത്ത് കിടത്തിയ ശേഷം നീ മെഡിസിൻ എടുക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, നീ ഇന്നലെ മെഡിസിൻ കഴിച്ചില്ല അല്ലേ എന്ന് ഏട്ടൻ ചോദിക്കുന്നു. ഈ ചോദ്യം കേട്ടത് നായകനൊന്ന് സ്റ്റക്കാകുന്നു. കാരണം അവൻ ഒരു മെഡിസിൻ കഴിക്കുന്നുണ്ട്, എന്നാൽ ഇന്നലെ അവൻ ആ മെഡിസിൻ കഴിച്ചിരുന്നില്ല. അപ്പോൾ നമുക്ക് തോന്നും ഇവൻ മെഡിസിൻ എടുക്കാത്തത് കൊണ്ട് നായകൻ കണ്ട സ്വപ്നമായിരിക്കുമോ ഇതൊക്കെയെന്ന്. അങ്ങനെ ഏട്ടൻ അവന് കഴിക്കാൻ ആ മരുന്ന് കൊടുക്കുന്നു. അവൻ ആ മരുന്ന് കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നായകന് വിശ്വസിക്കാൻ പറ്റിയിരുന്നില്ല. അവൻ നേരെ ചെന്ന് അമ്മയോട് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നു. അതുമാത്രമല്ല ഇവിടെയുള്ളത് ഏട്ടനല്ല എന്നും അവൻ അമ്മയോട് തറപ്പിച്ചു പറയുന്നു. ഇക്കാര്യങ്ങളൊക്കെ കേട്ട് അമ്മ ആകെ പേടിച്ചു വിറയ്ക്കുന്നു. അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ അച്ഛനെ അറിയിക്കാൻ അവർ തീരുമാനിക്കുന്നു. അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടന്ന ഹീറോ വെള്ളം കുടിക്കാനായി താഴെ വന്നപ്പോൾ അമ്മ ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് ഹീറോ കേൾക്കുന്നു. അമ്മ ആരോടാണ് സംസാരിക്കുന്നത് എന്നറിയാൻ ഹീറോ റൂമിന്റെ അടുത്ത് വന്ന് അമ്മയുടെ സംഭാഷണം ശ്രദ്ധിക്കുന്നു. അപ്പോൾ അമ്മ ഫോണിൽ നിന്നെ അവന് സംശയമുണ്ട്, നീ അവന്റെ ഏട്ടനല്ല എന്ന് അവൻ മനസ്സിലാക്കി എന്നൊക്കെ അമ്മ പറയുന്നു. ഇത് കേട്ട നായകൻ ആകെ കിളിപോയിരിക്കുകയാണ്. ആരെ വിശ്വസിക്കണമെന്നും എന്താണ് ഇവിടെ നടക്കുന്നതെന്നും അവന് മനസ്സിലാകുന്നില്ല. സ്വന്തം ഏട്ടൻ, സ്വന്തം അമ്മ, എല്ലാവരും ഹീറോയെ പറഞ്ഞു പറ്റിക്കുന്നു. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. കുടുംബം തന്നെ അവനെ ചതിക്കുന്നു. അങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന അമ്മയ്ക്ക് ഹീറോ എല്ലാം ഒളിഞ്ഞു നോക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. അവർ പെട്ടെന്ന് വാതിൽ തുറന്നു നോക്കുന്നു. എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. താൻ അമ്മയെ ശ്രദ്ധിക്കുന്ന കാര്യം അമ്മയ്ക്ക് മനസ്സിലായെന്ന് അറിഞ്ഞ ഹീറോ അവിടെ നിന്ന് മാറിയിരുന്നു. എന്നാൽ അമ്മയ്ക്ക് നല്ല സംശയമുണ്ടായിരുന്നു. പുറത്തേക്കുള്ള വാതിൽ തുറന്നു നോക്കുന്നു. എന്നാൽ അവിടെയും ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹീറോ ആ വാതിലിന്റെ ഒരു വശത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പക്ഷെ അമ്മ അത് കണ്ടിരുന്നില്ല. എന്നാലും അമ്മയ്ക്ക് സംശയം മാറിയില്ല. അമ്മ ഫോണിലുള്ളയാളോട് അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ ശബ്ദം കേട്ടതാണ്, എന്തായാലും ഞാൻ മുകളിൽ കയറിയൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ നായകന്റെ മുറിയിലേക്ക് പോകുന്നു. ഇത് കേട്ട നായകൻ മുകളിലെ മുറിയിൽ എങ്ങനെയെങ്കിലും കയറാൻ വേണ്ടി പുറത്തുള്ള ഭിത്തിയിലൂടെ വലിഞ്ഞു കയറി മുറിയുടെ പുറത്തെത്തുന്നു. എന്നാൽ അവന് ജനാല തുറക്കാൻ പറ്റുന്നില്ല. ഇതേ സമയം അമ്മ മുറിയുടെ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ നായകൻ എങ്ങനെയൊക്കെയോ മുറിക്കകത്ത് കയറി മൂടി പുതച്ച് കിടന്നിരുന്നു. അമ്മ മെല്ലെ അവന്റെ അടുത്ത് വന്ന് പുതുപ്പ് മാറ്റി നോക്കിയപ്പോൾ അവനാകെ മഴ കൊണ്ട് നനഞ്ഞ അവസ്ഥയിലായിരുന്നു. ഇതൊക്കെ കണ്ട അമ്മയ്ക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. അവർ അവിടെ നിന്നും പോയി കഥ കടക്കുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ നായകൻ മെല്ലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു പ്രേതം പോലെ അവന്റെ അമ്മ അവനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അവൻ എഴുന്നേറ്റത് കണ്ടപ്പോൾ അമ്മ നീ ഇപ്പോഴാണോ എഴുന്നേറ്റത്, എന്തായാലും ഈ മഴയത്ത് നീ നന്നായി വിയർക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ സ്ത്രീ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. ഇറങ്ങിപ്പോകുമ്പോഴും അവർ ഫോണിലൂടെ ആരോടോ കൺഫേമായി അത് അവൻ തന്നെയായിരുന്നു, എന്റെ മുഖംമൂടിയും അഴിഞ്ഞു വീണിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കണ്ട് ആകെ പേടിച്ചു വിറച്ച നായകൻ അവൻ മുറിക്കകത്ത് കയറിയ അതേ ജനാല വഴിയിലൂടെ അവൻ താഴേക്കിറങ്ങുന്നു. താഴേക്കിറങ്ങിയതും അവന്റെ അച്ഛൻ അവൻ കാണുന്നു. അപ്പോൾ അച്ഛൻ എങ്ങോട്ടേക്കാണ്, നീ രാത്രി എന്ന് ചോദിക്കുന്നു. അപ്പോൾ നായകൻ ഞാൻ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നു. കാരണം നായകൻ ഇപ്പോൾ അവന്റെ അച്ഛനെയും വിശ്വാസമില്ല. അച്ഛന്റെ നോട്ടവും പെരുമാറ്റവും ഒക്കെ എന്തോ പോലെ നായകന് തോന്നുന്നു. അന്നേരം ഇവരുടെ സംസാരം കേട്ട് നായകന്റെ അമ്മയും അങ്ങോട്ടേക്ക് വരുന്നു. കൂടെ പരിചയമില്ലാത്ത ഒരാളും ഉണ്ട്. ഇതൊക്കെ കണ്ട് ഭയന്ന് നായകൻ ജീവനും കൊണ്ട് ഓടുന്നു. അങ്ങനെ ഓടി ഒരു പോലീസ് വണ്ടിയുടെ മുന്നിൽ ചെന്ന് വീഴുന്നു. അങ്ങനെ നായകൻ രക്ഷപ്പെടുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തി നടന്ന കാര്യങ്ങളൊക്കെ പോലീസിനോട് നായകൻ പറയുന്നു. നമുക്ക് ആധാർ കാർഡ് ഉള്ളതുപോലെ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഉണ്ട്. അത് വെച്ച് പോലീസ് ഇവന്റെ ഐഡന്റിറ്റി കണ്ടുപിടിക്കുന്നു. എന്നാൽ അവന്റെ പേരിൽ ഒരു മിസ്സിംഗ് കേസോ ഒരു ക്രിമിനൽ കേസോ ഒന്നും തന്നെ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഒരു ഹെൽത്തിയായ ഒരാളെ കടത്തി കുറച്ചു പേർ അവന്റെ അച്ഛനും അമ്മയും ഏട്ടനുമാണെന്ന് പറഞ്ഞ് ഇത്രയും കാലം തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും? പോലീസുകാർക്ക് തന്നെ ഒരു എത്തുമിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഒരു പോലീസ് ഇവന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത ശേഷം നീ 1977 ജനിച്ചതാണ്, അപ്പോൾ നിനക്ക് 41 വയസ്സുണ്ട് അല്ലേ എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം കേട്ടതും നായകൻ ഞെട്ടിക്കൊണ്ട് എനിക്ക് 21 വയസ്സാണ് പ്രായമെന്ന് പറയുന്നു. അവന്റെ ആ പറച്ചിൽ കേട്ട് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ എല്ലാവരും ചിരിക്കുന്നു. ഇത് കാണുന്ന നമുക്കുമൊന്നും മനസ്സിലാവില്ല. കാരണം അവനെ കാണാൻ 21 വയസ്സ് മാത്രമേ പ്രായം തോന്നിക്കുകയുള്ളൂ.
പിന്നെ എന്തിനായിരിക്കും പോലീസുകാർ ചിരിച്ചത് എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അപ്പോൾ ഒരു പോലീസുകാരൻ നീ ആ കലണ്ടർ ഒന്ന് നോക്കിക്കേ. അപ്പോൾ നായകൻ കലണ്ടർ നോക്കുന്നു. അതിൽ 2017 വർഷം. എന്നാൽ അവന്റെ വീട്ടിലുള്ള കലണ്ടറിൽ 1997 ഉള്ളത്. അവന്റെ വീട്ടുകാർ ഇവനെ കരുതിക്കൂട്ടി എന്തോ ഒരു ട്രാപ്പിൽ പെടുത്താനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷേ സ്വന്തം അച്ഛനെയും അമ്മയും സഹോദരനെയും കണ്ടാൽ ഇവന് മനസ്സിലാവില്ലേ? എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. നായകൻ പോലീസ് സ്റ്റേഷനിലെ കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവൻ ഇതുവരെ കരുതിയതുപോലെയല്ല അവന്റെ മുഖം ഉള്ളത്. വളരെ പ്രായമായ ഒരു മുഖം. നമ്മുടെ നായകന് ശരിക്കും ഇപ്പോൾ 41 വയസ്സാണ് പ്രായം എന്ന സത്യം നായകൻ മനസ്സിലാക്കുന്നു. ഇത്രയും കാലം അവനൊരു തോന്നലിലൂടെയാണ് ജീവിച്ചത്. അവന്റെ ജീവിതം അവന്റെ തോന്നൽ മാത്രമായിരുന്നു. അവനൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നും താൻ ആരാണ് എന്ന സത്യം അറിയണമെങ്കിൽ തന്റെ വീട്ടിലേക്ക് തന്നെ പോയാലേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയ നായകൻ നേരെ അവന്റെ പഴയ വീട്ടിലേക്ക് വരുന്നു. നായകൻ വീടിന്റെ കതക് തുറന്ന് അകത്ത് കയറിയപ്പോൾ 2 ഡമ്മികൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കാണാം. അടുത്തൊരു കത്തിയുമുണ്ട്. കൂടാതെ വലിയ സൗണ്ടിൽ പാട്ടും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുന്ന നായകന് ഒന്നും മനസ്സിലാകുന്നില്ല. അവന്റെ കിളിയാകെ പോയിരിക്കുകയാണ്. കൂടെ നമ്മുടെ കിളിയും. അങ്ങനെ പതിയെ ആ 3 പേരും ആ മുറിയിലേക്ക് വരുന്നു. ശേഷം അവന്റെ ചേട്ടൻ എന്ന് പറഞ്ഞവൻ ആ മ്യൂസിക് ഓഫ് ചെയ്യുന്നു. ശേഷം അവരൊരു കഥ പറയാൻ തുടങ്ങുന്നു. 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊലപാതകം നടന്നു. അതിൽ കൊല്ലപ്പെട്ടത് ഒരു അമ്മയും മകളുമാണ്. പോലീസും മറ്റു ഏജൻസികളും പഠിച്ച പണി 18 നോക്കിയിട്ടും പ്രതിയെക്കുറിച്ച് ഒരു സൂചന പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുമാത്രമല്ല, അന്നൊക്കെ അവിടെ ഒരു നിയമം ഉണ്ടായിരുന്നു. 15 വർഷത്തിനുള്ളിൽ ഒരു കേസ് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് 15 വർഷം കഴിഞ്ഞ് ആ കേസ് തെളിയിച്ചാൽ പോലും ആ പ്രതിയെ ശിക്ഷിക്കാൻ പറ്റുമായിരുന്നില്ല. അങ്ങനെ 15 വർഷം അന്വേഷിച്ചിട്ടും പ്രതിയെ കിട്ടാത്തതുകൊണ്ട് പോലീസ് ആ കേസ് എഴുതി തള്ളി. എന്നാൽ ഈ കൊലപാതകം നടക്കുമ്പോൾ ഇതിനൊക്കെ സാക്ഷിയായി ഒരു കൊച്ചുകുട്ടി അവിടെ ഉണ്ടായിരുന്നു. തന്റെ കുടുംബം തകർത്തവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന വാശിയോടെ അവൻ വളർന്നു വലുതായി. അങ്ങനെ ആ കുട്ടി മുതിർന്നപ്പോൾ പൈസ വാരിയെറിഞ്ഞ് അവനൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. ആ അമ്മയും മകളെയും കൊന്നത് മറ്റാരുമല്ല, നമ്മുടെ നായകൻ തന്നെയായിരുന്നു. അവനാണ് ആ കൊലയാളി. എന്നാൽ ഹീറോയ്ക്ക് മറവി രോഗം ബാധിച്ചതുകൊണ്ട് ഒന്നും ഓർത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഫോർഗോട്ടൺ എന്ന പേര് വന്നത്. ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് വളരെ ക്രൂരമായി 3-ാം മുറ ഉപയോഗിച്ച് തല്ലിയുമൊക്കെ ഒരുപാട് ചോദ്യം ചെയ്തിട്ടും നായകൻ എനിക്കൊന്നും അറിയില്ല എന്ന് മാത്രമാണ് പറയുന്നത്. എന്നാൽ ആ കൊലപാതകം നേരിൽ കണ്ട ആ കൊച്ചുകുട്ടി കൊലയാളിയുടെ മുഖം വ്യക്തമായി കണ്ടിരുന്നു. ഇവൻ തന്നെയാണ് കൊല ചെയ്തത് എന്ന് തറപ്പിച്ചു പറയുന്നു. ഇവൻ എന്തിനാണ് ആ കൊല ചെയ്തത് എന്നും അല്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് ആ കൊല ചെയ്തതെന്നും അവർക്ക് അറിയണം. എന്നാൽ ഇവനെ എത്ര തല്ലിയിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഡിറ്റക്റ്റീവ്സ് നമ്മുടെ നായകനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് കരുതി അങ്ങനെ നായകനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. എന്നാൽ അതിലും ഒരു കാര്യവുമില്ല. അവനിൽ നിന്നും ഇവർക്ക് ഒരു വിവരവും ലഭിക്കുന്നില്ല. അങ്ങനെ നായകന് സീരിയസ് ആയ മറവി രോഗം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് നായകനെ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയാൽ ചിലപ്പോൾ ഓർമ്മ തിരിച്ചു വരുമെന്ന് കരുതി നായകൻ ജീവിച്ച ആ പഴയ വർഷത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെ ഇവർ ജീവിച്ച വീടും പഴയ ഫാമിലി സെറ്റപ്പൊക്കെ ഇവർ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഇവന് ഓർമ്മ തിരിച്ചു കിട്ടിയാലോ എന്ന് കരുതിയാണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവരുടെ പ്ലാൻ പ്രകാരമാണ് നായകനെയും കൂട്ടി ഇവർ ഈ പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്. ഇതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ തന്നെയാണ് ഇവന്റെ അച്ഛനായി വന്നത്. ആ ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്യുന്ന ഡിറ്റക്റ്റീവാണ് ഇവന്റെ ഏട്ടനായി വന്നത്. കൂടെ ഒരു സ്ത്രീയും സെറ്റപ്പ് ചെയ്ത് ഒരു ഫേക്ക് ഫാമിലി ഇവർ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ അവർ ആ വീട്ടിലെത്തിയപ്പോൾ നായകൻ ഈ വീട് മുൻപ് കണ്ടതുപോലെ തോന്നുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ? അത് എന്തുകൊണ്ട് ആണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം വർഷങ്ങൾക്ക് മുമ്പ് നായകൻ ഈ വീട്ടിൽ താമസിച്ചിരുന്നു. അതുമാത്രമല്ല, വീട് മാറുന്ന സമയത്ത് സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് എന്ന സ്ഥാപനത്തിലെ ജോലിക്കാരൻ നായകനോട് നീ എന്തിനാണ് അവനെ ഏട്ടാ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചിരുന്നില്ലേ? അതിന്റെ കുട്ടൻസ് ഇപ്പോൾ മനസ്സിലായോ? അതെ, 41 വയസ്സുള്ള ഒരാൾ 25 വയസ്സുള്ള ഒരുത്തനെ ഏട്ടാ എന്ന് വിളിക്കുമ്പോൾ ആർക്കായാലും സംശയം തോന്നും. അതുകൊണ്ടാണ് ആ ജോലിക്കാരൻ നമ്മുടെ നായകനോട് അങ്ങനെ ചോദിച്ചത്. അതുമാത്രമല്ല, നായകന്റെ ഏട്ടനെ കുറെ പേർ പിടിച്ചുകൊണ്ടുപോയിരുന്നില്ലേ? അത് മറ്റാരുമായിരുന്നില്ല, പോലീസായിരുന്നു അവനെ പിടിച്ചുകൊണ്ടുപോയത്. അവന്റെ പേരിൽ കുറച്ച് കേസുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് അവനെ പൊക്കിയത്. ശേഷം ആ കേസൊക്കെ സെറ്റിൽ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങുന്നു. പക്ഷെ അന്നായിരുന്നു അവർ എല്ലാം പ്ലാൻ ചെയ്തത്. കാരണം അന്ന് നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 20 വർഷം മുമ്പ് നടന്ന ക്രൈം സീൻ അവർ റീക്രിയേറ്റ് ചെയ്തു. ഏട്ടന്റെ പിറകെ വരുന്ന നായകൻ ഈ ക്രൈം സീനൊക്കെ കണ്ട് പണ്ട് നടന്ന കാര്യങ്ങൾ ഓർക്കുമെന്നായിരുന്നു ഇവർ കരുതിയത്. എന്നാൽ അതിനിടയ്ക്ക് പോലീസ് വന്ന് എല്ലാം നശിപ്പിച്ചു. ഈ കാര്യങ്ങളൊക്കെ കേട്ട ഹീറോ പേടിച്ച് വിറച്ച് രക്ഷപ്പെടാനായി ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്നും പുറത്തേക്ക് എടുത്തു ചാടുന്നു. നായകൻ ചാടിയതും അവനെ പിടിക്കാനായി ബാക്കിയുള്ളവർ നായകന്റെ പിറകെ വച്ചു പിടിക്കുന്നു. എന്നാൽ അവൻ ഏതൊക്കെയോ വഴിയിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നു. എന്നാൽ വണ്ടിയിലുള്ളവർ വഴിയിലുള്ള എല്ലാത്തിനും ഇടിച്ചിട്ട് അവനെ ചേസ് ചെയ്യുന്നു. ഒരു പോയിന്റിൽ ഹീറോയെ ചേസ് ചെയ്യുന്ന കാർ ആക്സിഡന്റ് ആവുന്നു. അങ്ങനെ രക്ഷപ്പെട്ടെന്ന് കരുതിയ ഹീറോ വേഗത്തിൽ ഓടുമ്പോൾ ഒരു വണ്ടി വന്ന് ഹീറോയെ ഇടിച്ചിടുന്നു. സാരമായി തലക്ക് പരിക്കേറ്റ ഹീറോ അവൻ മറന്ന കാര്യങ്ങൾ ഓരോന്നായി ഓർത്തെടുക്കുന്നു. അതായത് വണ്ടി ഇടിച്ച ആഘാതത്തിൽ ഹീറോയ്ക്ക് നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടുന്നു. സാധാരണ എല്ലാ സിനിമയിലും ഉള്ളതുപോലെ. അങ്ങനെ ഹീറോ ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നു. അവന് അച്ഛനും അമ്മയും ഏട്ടനും അടങ്ങിയ ഒരു സന്തോഷം നിറഞ്ഞ ഒരു കുടുംബമായിരുന്നു അവൻ്റേത്. അങ്ങനെയിരിക്കെ ഒരു അപകടത്തിൽ അച്ഛനും അമ്മയും മരിക്കുകയും ഏട്ടന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു. ഏട്ടന്റെ നില വളരെ ഗുരുതരമായിരുന്നു. ഒരു ഓപ്പറേഷൻ ചെയ്താലേ ഏട്ടൻ രക്ഷപ്പെടുകയുള്ളൂ, അല്ലെങ്കിൽ ഏട്ടനും മരിക്കും. അങ്ങനെ തനിക്ക് ആകെയുള്ള ഏട്ടനെ രക്ഷിക്കാൻ വേണ്ടി പണം വേണം. അത്രയും പണം നമ്മുടെ നായകന്റെ കയ്യിലില്ല.
അതുമാത്രമല്ല അവനൊരു ജോലിയുമില്ല. കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ ഇവൻ ഏട്ടൻ്റെ ചികിത്സയ്ക്കായി 3-4 മാസത്തെ ശമ്പളം അഡ്വാൻസായി ചോദിക്കും. അതോടെ അവർ ആ ജോലിയിൽ നിന്നും അവനെ പുറത്താക്കും. കുറച്ച് പണം ഒരുമിച്ച് കിട്ടാതെ ഏട്ടൻ്റെ ചികിത്സ ഒന്നും തന്നെ നടക്കില്ല. അങ്ങനെ അഡ്വാൻസ് ചോദിക്കുന്നതുകൊണ്ട് ഒരു ജോലിയും അവന് സെറ്റാവുന്നില്ല. എന്നാൽ പ്രതീക്ഷയൊന്നും കൈവിടാതെ അവൻ വരുന്ന എല്ലാ ജോലികൾക്കും അപ്ലൈ ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം നായകൻ്റെ ഏട്ടനെ ചികിത്സിക്കുന്ന ഡോക്ടർ അവൻ്റെ അടുത്ത് വന്നു. ഇനിയും ഓപ്പറേഷൻ വൈകിയാൽ നിന്റെ ഏട്ടൻ്റെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ക്യാഷ് അറേഞ്ച് ചെയ്യാമെന്ന് പറയുന്നു. ഇതും കേട്ടതും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഹീറോയ്ക്ക് അവൻ അപേക്ഷിച്ച ജോലിയിൽ നിന്നും ഒരു റിപ്ലൈ വരുന്നു. നീ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യുമോ എന്നായിരുന്നു ആ എംപ്ലോയർ ചോദിച്ചത്. ഹീറോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, എനിക്ക് പണം അത്രയ്ക്ക് അത്യാവശ്യമാണ് എന്നവൻ മറുപടി നൽകുന്നു. ഹീറോ വിചാരിച്ച പോലെ ഇതൊരു ജോലിയായിരുന്നില്ല, മറിച്ച് ഒരു കൊട്ടേഷൻ ആയിരുന്നു. ഒരാളെ കൊല്ലാനുള്ള കൊട്ടേഷൻ. അതിൻ്റെ അഡ്രസ്സും താക്കോൽ വെച്ചിട്ടുള്ള സ്ഥലവും എല്ലാം കൃത്യമായി അയാൾ പറഞ്ഞു കൊടുക്കുന്നു. അതുകൂടാതെ വേറൊരു കാര്യവും അയാൾ പ്രത്യേകം പറയുന്നുണ്ട്. ആ വീട്ടിൽ ഒരമ്മയും 2 കുട്ടികളുമുണ്ട്. അതിൽ അമ്മയെ മാത്രമാണ് കൊല്ലേണ്ടത്. കുട്ടികളെ ഒന്നും ചെയ്യരുത്, അവർക്കൊരു പോറൽ പോലും സംഭവിക്കരുത് എന്ന് കൊട്ടേഷൻ കൊടുത്തയാൾ പ്രത്യേകം ഹീറോയോട് എടുത്തു പറയുന്നു. എന്നാൽ നമ്മുടെ നായകന് ഈ കുറ്റകൃത്യം ചെയ്യാൻ തീരെ മനസ്സില്ലായിരുന്നു. പക്ഷേ അവൻ്റെ ഏട്ടൻ്റെ ജീവൻ രക്ഷിക്കാനായി വേറെ വഴിയില്ലാതെ അവൻ ഓക്കെ പറയുന്നു. അങ്ങനെ ഒരു ദിവസം നായകൻ ആ സ്ത്രീയെ കൊല്ലാനായി അവരുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ അമ്മയും ഇളയും കുട്ടിയും ഒരുമിച്ച് ഉറങ്ങുന്നത് കണ്ട ഹീറോയ്ക്ക് സങ്കടം തോന്നുന്നു. കാരണം ഹീറോയ്ക്ക് അമ്മയില്ലാത്തതിൻ്റെ വേദന നല്ലപോലെ അറിയാം. അവരെ കൊല്ലണ്ട എന്ന് തീരുമാനിച്ച് അവൻ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് ഉണർന്ന് തൻ്റെ ഹസ്ബൻഡാണെന്ന് കരുതി നായകനോട് മിണ്ടുന്നു. എന്നാൽ നായകൻ്റെ കയ്യിലെ കത്തി കണ്ട് ആ സ്ത്രീ ഉറക്കെ നിലവിളിക്കുന്നു. ഇതും കേട്ടത് നായകൻ, ഞാൻ അറിയാതെ ഈ വീട്ടിലേക്ക് വന്നതാണ്, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ സ്ത്രീ അതൊന്നും കേൾക്കാതെ വീണ്ടും ഉറക്കെ നിലവിളിക്കുന്നു. ആ നിലവിളി ശബ്ദം കേട്ട് മൂത്ത പെൺകുട്ടി മുറിക്ക് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കത്തിപിടിച്ച് നിൽക്കുന്ന നായകൻ അവനെ കണ്ടതും ആ കുട്ടിയും ഉറക്കെ നിലവിളിക്കുന്നു. അന്നേരം ഹീറോ, പേടിക്കണ്ട, കരയണ്ട, ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഹീറോ അവളുടെ അടുത്തേക്ക് നടന്നപ്പോൾ ആ അമ്മ നായകൻ തൻ്റെ മകളെ കൊല്ലാൻ പോവുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ആ അമ്മ നായകനെ കയറി പിടിച്ച് വലിക്കുന്നു. അങ്ങനെ 2 പേരും സ്റ്റെപ്പിൽ നിന്നും ഉരുണ്ട് താഴേക്ക് വീഴുന്നു. ആ വീഴ്ചയിൽ അബദ്ധവശാൽ നായകന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ആ സ്ത്രീയുടെ ദേഹത്തേക്ക് കുത്തിക്കയറുന്നു. തൽക്ഷണം ആ സ്ത്രീ മരിക്കുന്നു. ഇത് കണ്ട ആ പെൺകുട്ടി പേടിച്ച് വിറച്ച് കരയാൻ തുടങ്ങുന്നു. അവളെ സമാധാനിപ്പിക്കാനും അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറയാൻ വേണ്ടി ഹീറോ അവളുടെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ ആ പെൺകുട്ടി പേടിച്ച് ഹീറോയെ ആക്രമിക്കുകയും അവിടെ നടന്ന പിടിവലിയിൽ അറിയാതെ ഹീറോയുടെ കത്തി ആ കുട്ടിയുടെ ദേഹത്തേക്ക് കയറി ഇറങ്ങുന്നു. അതോടെ ആ കുട്ടി മരിക്കുന്നു. അങ്ങനെ മനഃപൂർവ്വമല്ലെങ്കിലും ഹീറോയുടെ കൈകൊണ്ട് 2 ജീവൻ നഷ്ടമായി. അവൻ ഈ മരിച്ചവരെ കണ്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അവന് സങ്കടം സഹിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോഴാണ് അവിടെ തൂക്കിയിട്ടുള്ള ഒരു ഫാമിലി ഫോട്ടോ ഹീറോ കാണുന്നത്. ആ ഫോട്ടോ കണ്ട് അവൻ ഞെട്ടുന്നു. ആ ഫാമിലി ഫോട്ടോയിലുള്ള ഗൃഹനാഥൻ ഇവന്റെ ചേട്ടനെ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. അതുമാത്രമല്ല, ഈ കൊല്ലാനുള്ള കൊട്ടേഷൻ തന്നതും അയാളാണ്. അയാൾ എന്തിനാണ് സ്വന്തം ഭാര്യയെ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയത് എന്നോർത്ത് നായകന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അവനാകെ കൺഫ്യൂസായി അവിടെ തന്നെ ഇരിക്കുന്നു. അന്നേരം ഉറക്കമുണർന്ന് ഇളയ കുട്ടിയും അങ്ങോട്ടേക്ക് വരുന്നു. ആ കുട്ടിയും കണ്ടത് ഹീറോ സങ്കടം കടിച്ചു പിടിച്ച് ആ കുട്ടിയോട്, നീ 1 മുതൽ 200 വരെ 2-3 പ്രാവശ്യം എണ്ണ്, അപ്പോഴത്തേക്കും നിന്റെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് ഹീറോ പറയുന്നു. ഇതും കേട്ടതും ആ കൊച്ചുകുട്ടി നായകൻ പറഞ്ഞ പോലെ മുറിയിൽ പോയി എണ്ണാൻ തുടങ്ങുന്നു. കൊച്ചുവേനല്ലേ, അവനെന്തറിയാം. ആ കൊച്ചുകുട്ടി മുറിയിൽ പോയ ഗ്യാപ്പിന് ഹീറോ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ആ കൊച്ചുകുട്ടി അച്ഛനെ കാണാത്തത് കൊണ്ട് അവൻ്റെ അച്ഛനെ ഫോണിൽ വിളിച്ച് ഒരു അങ്കിൾ ഇവിടെ വന്നിരുന്നു, കൂടാതെ അമ്മയും ചേച്ചിയും ചോരയിൽ മുങ്ങി ഇവിടെ കിടപ്പുണ്ട് എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ഡോക്ടറിന് കാര്യം മനസ്സിലായി. താൻ പറഞ്ഞുവിട്ട് അവൻ തൻ്റെ മോളെയും കൊന്നുകളഞ്ഞു എന്ന്. ഡോക്ടർ ടെൻഷനായി തിരിഞ്ഞു നോക്കുമ്പോൾ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ കുട്ടികളെ ഒന്നും ചെയ്യരുതെന്ന്, എന്നിട്ട് നീ എന്താണ് ചെയ്തു വന്നിരിക്കുന്നത് എന്ന് ഡോക്ടർ നായകനോട് ചൂടാവുന്നു. നായകന് ഒന്നും പറയാൻ പറ്റുന്നില്ല. അവനാകെ സങ്കടത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ ഡോക്ടറും നായകനും ചെറിയ ഉന്തലും പിടിയുമാകുന്നു. ഡോക്ടർ ദേഷ്യത്തോടെ നായകന്റെ കഴുത്ത് പിടിച്ച് ടെറസിന്റെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടാൻ ശ്രമിക്കുന്നു. എന്നാൽ അബദ്ധവശാൽ വീഴുന്നത് ഡോക്ടറാണ്. പക്ഷേ ഹീറോ ഡോക്ടറുടെ കയ്യിൽ പിടിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ രക്ഷപ്പെടുത്തുമ്പോൾ നായകൻ, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കൊല്ലാൻ കൊട്ടേഷൻ തന്നതെന്ന് ഡോക്ടറോട് ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർ, എനിക്ക് കുറേ കടമുണ്ട്, അതിൽ നിന്നും രക്ഷപ്പെടാനും എൻ്റെ മക്കളെ നല്ലതുപോലെ വളർത്താനായി ഞാൻ എൻ്റെ ഭാര്യയുടെ പേരിൽ 1 മാസം മുമ്പ് ഒരു ഇൻഷുറൻസ് ചേർന്നിരുന്നു. അവൾ മരിച്ചാൽ ആ തുക എനിക്ക് കിട്ടും. ആ പണം കൊണ്ട് എൻ്റെ മക്കളുടെ ഭാവി എനിക്ക് സുരക്ഷിതമാക്കാം. അവരെ എനിക്ക് നല്ലപോലെ വളർത്താൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷേ നീയെല്ലാം തകർത്തില്ലേ എന്ന് ഡോക്ടർ ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോയുടെയും ഡോക്ടറുടെയും കൈയും അറിയാതെ സ്ലിപ്പായി ഡോക്ടർ താഴേക്ക് വീണു മരിക്കുന്നു. അങ്ങനെ ആ ഇളയക്കുട്ടിക്കും അച്ഛനും നഷ്ടമായി. അവന് ഒറ്റ രാത്രി കൊണ്ട് അച്ഛനും അമ്മയും ചേച്ചിയും അങ്ങനെ സ്വന്തമായുള്ള എല്ലാവരും നഷ്ടമായി. അവനൊരു അനാഥനായി മാറി. ഇതൊക്കെ നമ്മുടെ നായകൻ ആ ചേസിങ്ങിന്റെ ഇടയിൽ അപകടം നടന്ന് ഹോസ്പിറ്റലിൽ ആയ ശേഷം ഓർമ്മ തിരിച്ചു കിട്ടിയപ്പോൾ ഓർക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഹീറോ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവിടെ ഒരു പയ്യൻ ഇരിക്കുന്നത് ഹീറോ കാണുന്നു. അവൻ നേരെ ഹീറോയുടെ അടുത്തേക്ക് വന്നു. ആ പയ്യനാണ് ഈ കേസ് അന്വേഷിക്കാൻ ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കിയത്. അതായത് ഹീറോ അനാഥനാക്കിയ ആ കൊച്ചുകുട്ടി അവൻ വളർന്നു വലുതായിരിക്കുന്നു. അവൻ്റെ കയ്യിൽ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്.
അതിൽ വിഷമാണുള്ളത്. തന്നെ അനാഥനാക്കിയതിന് പകരം ആ ഇഞ്ചക്ഷൻ കുത്തിവെച്ച് ഹീറോയെ കൊല്ലാനാണ് അവൻ വന്നത്. ആ ഇഞ്ചക്ഷൻ ഗ്ലൂക്കോസ് ട്യൂബിലേക്ക് കുത്തിവെക്കുമ്പോൾ നമ്മുടെ നായകൻ അവനോട് സോറി, ഞാൻ ആ കുടുംബത്തോട് സോറി ചോദിക്കുന്നു എന്ന് പറയുന്നു. ഇത് കേട്ടതും ആ പയ്യൻ സിറിഞ്ച് താഴെയിട്ട്, ഹോ, നിനക്ക് ഓർമ്മ ഒക്കെ വന്നു അല്ലേ, ഇനി നീ പറ, എന്തിനാണ് നീ ആ കൊലപാതകം ചെയ്തത്? എന്നാൽ നായകൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആ പയ്യൻ ദേഷ്യത്തോടെ, നീ അന്ന് കൊല്ലാതെ വിട്ട ആ കുട്ടിയാണ് ഞാൻ, കണ്ടില്ലേ, ഇന്ന് ഞാൻ നിന്നെ കൊല്ലാൻ വന്നിരിക്കുന്നു, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, ആര് പറഞ്ഞിട്ടാണ് നീ ആ കൊലപാതകം ചെയ്തത് എന്നൊക്കെ ആ പയ്യൻ നായകനോട് ചോദിക്കുന്നു. എന്നാൽ നായകൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ദേഷ്യം സഹിക്കാൻ വയ്യാതെ ആ കുട്ടി നായകന്റെ കോളറിൽ പിടിച്ച്, എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടല്ലേ നീ കൊലപാതകം ചെയ്തത്? കൃത്യം 1 മാസം മുമ്പ് അച്ഛൻ അമ്മയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നു. അമ്മ മരിച്ചാൽ ആ തുക അച്ഛന് കിട്ടും. അതിനല്ലേ അച്ഛൻ അമ്മയെ കൊല്ലാൻ പറഞ്ഞത്? ചേച്ചിയെ നീ അബദ്ധത്തിൽ കൊന്നതല്ലേ എന്നൊക്കെ ആ പയ്യൻ ഹീറോയോട് ചോദിക്കുന്നു. ഇതൊക്കെ കേട്ട് ഹീറോ ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എന്ത് പറയണമെന്ന് അവൻ അറിയുന്നില്ല. എന്നാൽ ഹീറോ, ഞാൻ കാരണം ഇവന്റെ കുടുംബം നഷ്ടമായി, ഇനി അച്ഛനാണ് അമ്മയെ കൊല്ലാൻ പറഞ്ഞതെന്നറിഞ്ഞാൽ ഇവന്റെ മനസ്സും തകരും, അതിവന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സത്യം ഇവൻ അറിയരുത്, എന്റെ മരണം ഇവന്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ എന്ന് മനസ്സിലുറപ്പിച്ച് സത്യം മറച്ചു വെച്ച് നായകൻ ആ പയ്യനോട്, എനിക്ക് നിന്റെ അച്ഛനെ അറിയില്ല, ഞാൻ മനഃപൂർവ്വമാണ് നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയത് എന്ന് നായകൻ സ്വയം കുറ്റം സമ്മതിച്ചു. ഇതോടെ ആ പയ്യൻ എല്ലാം വിശ്വസിക്കുമെന്നാണ് നായകൻ കരുതിയത്. എന്നാൽ നായകന് തെറ്റി. ആ പയ്യൻ, ഞാനെന്താ പൊട്ടനാണോ നീ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ? ഹീറോയുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അവന് കാര്യം പിടികിട്ടി. സ്വന്തം അച്ഛനാണ് അമ്മയെ കൊല്ലാൻ പറഞ്ഞതെന്ന സത്യം. ആ പയ്യന് അച്ഛന് പണ്ടേ സംശയമുണ്ടായിരുന്നു. ആ സംശയം തീർക്കാനാണ് അവൻ ഇത്രയും കാലം കാത്തിരുന്നത്. അച്ഛനാണ് അമ്മയെ കൊല്ലാൻ പ്ലാനിട്ടതെന്ന് ഓർത്ത് അവൻ ഒരുപാട് പൊട്ടിക്കരയുന്നു. അവന് സങ്കടം സഹിക്കാൻ പറ്റിയിരുന്നില്ല. എന്നാൽ അവൻ ആ സിറിഞ്ച് അവിടെ ഇട്ട് നായകനെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. കാരണം മരണം മുന്നിൽ വന്നപ്പോഴും സത്യമറിഞ്ഞാൽ ആ പയ്യൻ വേദനിക്കുമെന്ന് കരുതി, ആ പയ്യൻ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് കരുതി നായകൻ സത്യം മറച്ചുവെച്ച് ആ പയ്യനോട് കുറ്റസമ്മതം നടത്തി. അതുകൊണ്ട് തന്നെ ആ പയ്യൻ നായകനെ ഒന്നും ചെയ്യാതെ ഇഞ്ചക്ഷൻ അവിടെ ഉപേക്ഷിച്ച് ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നടന്നു നീങ്ങി. ആ പയ്യൻ നടക്കുന്നത് കണ്ട ഒരു നേഴ്സ്, സാർ അവിടേക്ക് പോകരുത്, അത് ഡെഡ് എൻഡാണ്, ഈ വശത്തേക്ക് പോകൂ, ഇവിടെയാണ് ലിഫ്റ്റ് ഉള്ളതെന്ന് ആ നേഴ്സ് ആ പയ്യനോട് പറയുന്നു. എന്നാൽ അവൻ അതൊന്നും കേൾക്കാതെ മുന്നോട്ട് തന്നെ പോകുന്നു. ശേഷം നേഴ്സ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പയ്യൻ അവിടെയില്ല. അവൻ എവിടെ പോയി എന്ന് നേഴ്സ് വന്ന് നോക്കുമ്പോൾ ജനാല പൊളിച്ച് അവൻ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. അവന് ആരും തന്നെയില്ല, അമ്മ, അച്ഛൻ, ചേച്ചി, ആരും തന്നെ. അവൻ ഇത്രകാലം ജീവിച്ചത് അവന്റെ അമ്മയുടെയും ചേച്ചിയുടെയും മരണത്തിന്റെ കാരണം അറിയാനാണ്. അച്ഛനാണ് അവരെ കൊല്ലാൻ കൊട്ടേഷൻ നൽകിയതെന്നറിഞ്ഞപ്പോൾ അവനത് സഹിക്കാൻ പറ്റിയില്ല. അവന്റെ ജീവിത ലക്ഷ്യം അമ്മയുടെയും സഹോദരിയുടെയും മരണത്തിന്റെ കാരണം കണ്ടെത്തുക എന്നതായിരുന്നു. അവനത് കണ്ടെത്തി. ഇനി ഭൂമിയിൽ അവൻ ഒന്നും തന്നെ ചെയ്യാനില്ല. അവൻ അങ്ങനെ സ്വയം ജീവൻ അവസാനിപ്പിച്ചു. ഇതേ സമയം നമ്മുടെ നായകൻ ആ പയ്യൻ കളഞ്ഞിട്ട് പോയ വിഷ സൂചി കുത്തിവെച്ച് അവനും ആത്മഹത്യ ചെയ്യുന്നു. അറിയാതാണെങ്കിലും ഒരു കുടുംബത്തെ അവൻ നശിപ്പിച്ചു. ഒരു കുടുംബത്തെ അവൻ ശിഥിലമാക്കി. ഒരു കൊച്ചുകുട്ടിയെ അനാഥനാക്കി. 3 പേരെ കൊന്നു. ഇതിനെല്ലാം പ്രായച്ചിത്തമായി അവൻ സ്വയം ജീവനെടുത്തു. ഇതോടെ സിനിമ അവസാനിക്കുന്നു. എന്തൊക്കെ വന്നാലും കുറുക്കു വഴിയിലൂടെ ഉണ്ടാക്കുന്ന പൈസ ഉപയോഗത്തിന് കിട്ടില്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ ജീവനും ജീവിതവും ഇല്ലാതാക്കും. ഈ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ദയവ് ചെയ്ത് വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.